Hi, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള സെറം ആണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആലോവേര ജെല്ലാണ്. ആലോവേര ജെല്ലിൻ്റെ കൂടെ നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മഞ്ഞൾ പൊടിയാണ് കേട്ടോ. അപ്പോൾ നോർമലി നിങ്ങൾക്ക് മഞ്ഞൾ അരച്ച് വേണമെങ്കിലും ചേർക്കാം. ഇനിയിപ്പം അരച്ച മഞ്ഞൾ ചേർക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ പൗഡർ, അതായത് ടർമറിക് പൗഡർ ആഡ് ചെയ്താലും മതി. അപ്പോൾ ഈ ഒരു ഫേസ് സെറമിന് പ്രത്യേകതയുണ്ട്. അതായത് നമ്മളിപ്പോൾ മോർണിംഗ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെറമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പം നൈറ്റൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് ജെല്ലില്ലേ, ആ ഒരു രീതിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് റെഫ്രിജറേറ്ററിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഒന്ന് ഒരു 8 days വരെയൊക്കെ നമുക്ക് എന്താണേലും നല്ലോണം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കുറച്ചൊരു തിക്ക് പേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ജെൽ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു രീതിക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് ജെല്ലായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ അലോവേര നമ്മൾ ഇതേപോലെ പൾപ്പ് അല്ലെങ്കിൽ ജെൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ടർമറിക് പൗഡർ, നമ്മുടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒരു ബ്രഷ് വെച്ചിട്ട് കുറച്ച് നല്ല അധികം ടൈം എടുത്ത് തന്നെ നിങ്ങൾ മിക്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു എക്സാക്റ്റ് വേണ്ട രീതിക്ക് നമുക്ക് സെറം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി ബേസിൽ കിട്ടുകയുള്ളൂ. ഈ ഒരു സെറം അല്ലെങ്കിൽ ക്രീമിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം അധികം ഫേസിൽ അപ്ലൈ ചെയ്യാൻ കിട്ടും. അതായത് ഒരു 8 days വരെയൊക്കെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ലീഫ് എടുത്താൽ മതി അലോവേരയുടെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ജെല്ലെടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഓൾമോസ്റ്റ് 8 ദിവസം വരെ നമുക്ക് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സ്കാർസ് ആവട്ടെ, ബ്ലെമിഷസ് ആവട്ടെ, ഫൈൻ ലൈൻസ് ആവട്ടെ, ഇനിയിപ്പോൾ പാച്ചസ് ആവട്ടെ, എന്താണേലും നമുക്ക് നല്ലോണം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള മാജിക്കൽ സെറം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു സെറത്തിന് നല്ലോണം ഇതേപോലെ തന്നെ നമ്മൾ ബ്രഷ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ബ്രഷ് എടുത്തിട്ട് അപ്ലൈ ചെയ്താലേ ഉള്ളൂ നമ്മുടെ സ്കിന്നിൽ ഓവറോൾ ഈവൻ ആയിട്ട് എത്തുള്ളൂ. അതർവൈസ് നിങ്ങൾക്കറിയാമല്ലോ, ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എക്സാക്ട്ലി എത്താതെ വന്നാൽ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വലിയ പണിപ്പെട്ട പണിയൊന്നുമല്ല, ജസ്റ്റ് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒരുപാട് വലിയ മെനക്കേടും ഇല്ല, നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതിലും കൂടുതലാണ്. അതായത് അലോവേരയിലും ടർമറിക്കിലൊക്കെ ഒരുപാട് വൈറ്റമിൻസ് ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കൊണ്ട് റിച്ച് ആണ്. ആൻഡ് ഓൾസോ നമ്മുടെ ഏജിങ് പ്രോസസ്സ് നല്ലോണം സ്ലോ ഡൗൺ ചെയ്യും. സോ ഒരു ആൻറ്റി ഏജിനിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഏറെക്കുറെ കുറച്ച് ടൈം എടുത്ത് 20 minutes നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഒരു 20 minute ഒക്കെ അടുക്കാറായിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വാഷ് ഓഫ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ പോയി വാഷ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. വാഷ് ഓഫ് ചെയ്ത് കഴിയുമ്പം, അതായത് പ്ലെയിൻ വാട്ടറിൽ ചെയ്ത് കഴിയുമ്പം നമ്മുടെ സ്കിന്നിൽ ആ ഒരു മഞ്ഞ കളർ അല്ലെങ്കിൽ യെല്ലോയിഷ് കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കളർ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോമിങ് ഫേസ് വാഷ് ഇല്ലേ, അല്ലെങ്കിൽ നോർമൽ ഫേസ് വാഷ് ഇട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു മഞ്ഞ കളറൊക്കെ നല്ലോണം കളഞ്ഞെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ മസ്റ്റായിട്ട് മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സെറം അല്ലെങ്കിൽ ജെല്ല് എല്ലാ സ്കിന്നുകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ഈ ഒരു ജെല്ലിൻ്റെ അല്ലെങ്കിൽ സെറത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം കൂടെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. നല്ലോണം വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റ്. ഇനിയിപ്പോൾ ഫൈൻ ലൈൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി ഇടുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് റെഡ്യൂസ് ആക്കാനും പറ്റും. പിമ്പിൾസ് ഒന്നും ഇല്ലാതെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് നമ്മളൊരു 20 minute നമ്മുടെ ഫേസിൽ വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് നമുക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ആ ഒരു പോഴ്സൊക്കെ എൻലാർജ്ഡ് ആയിട്ടുള്ളതൊക്കെ നന്നായിട്ട് എൻക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ക്ലോസ് ആയി കിട്ടാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്